ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചമ്മ വന്ന് കയറി ഇത് മുട്ടം പണിയായിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുക നന്ദിനിയുടെ നേരെ. ഇത് കഴിഞ്ഞ് പിന്നെ വിക്രമാണെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് പോയിരിക്കുവാണ്. അപ്പോൾ വന്ന പണിയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം. വാസവൻ അറിഞ്ഞ് ചെയ്ത പണിയാണെന്നും തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ സമയം തന്നെ തിരഞ്ഞെടുത്ത് അവർ വന്നതാണെന്ന കാര്യം പറയുവാണ്. നമ്മുടെ ജോസഫേട്ടനും ഒക്കെ രാജേട്ടനും ജോസഫും ഒക്കെ ആ സമയത്ത് നിങ്ങൾ ഈ സമയത്ത് മാലയിട്ട് പോയതാണ് പ്രശ്നമായി പോയതെന്ന് അനിയൻകുട്ടൻ പറഞ്ഞു. അത് കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് വഴിയുണ്ട് എന്ന് ജോസഫ് പറഞ്ഞു. അപ്പോൾ എന്ത് വഴിയാണെന്ന് രാജേട്ടൻ ചോദിച്ചു. 41 ദിവസത്തെ വ്രതം വിക്രം സ്വാമിക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ നാളെ തന്നെ പോയിട്ട് തൊഴുതു വരുന്നു. മാല അഴിച്ചു വെച്ച് ഇന്നലെ കിട്ടിയതിനെ 10 ഇരട്ടി അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ടൊക്കെ വാസുവിന് ഇത് അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് രാജേട്ടൻ ചോദിച്ചു. അപ്പോൾ ഇനിയും നമ്മൾ നല്ലോണം നിൽക്കണം എന്നാണോ? ഇഞ്ചിൻ ചായ ചതയ്ക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയിരിക്കുന്നത്, അതും സഹിച്ച് വിക്രം ഇവിടെ ഇരിക്കണോ എന്ന് ജോസഫ് ചോദിക്കാം. അപ്പോൾ സഹിക്കണമെന്നുള്ളതല്ല, വേറെ വഴിയിലൂടെ നേരിടാൻ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെന്ത് വഴിയാണെന്ന് രാജേട്ടനോട് ജോസഫ് ചോദിച്ചു. ഞാൻ എന്തായാലും തീരുമാനിച്ചു എന്ന് ജോസഫ് പറയുമ്പോൾ മിണ്ടാതിരിക്കും ജോസഫെ, ഞാൻ എന്തായാലും സാറിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ശരിയാ, സാറ് എന്തെങ്കിലും വഴി കണ്ടെത്തിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ കാര്യവും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ വേദയും മുത്തശ്ശിയും കൂടെ റൂമിലിരിക്കുക. വേദയ്ക്ക് കൈ നിറയെ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ അച്ചമ്മ വന്നത്. അപ്പോൾ അച്ചമ്മ ഇത് ഒന്ന് കൊണ്ടു കൊടുത്തപ്പോൾ ഇത് എന്തിനാ അച്ചമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കൊച്ചുമകന് വേണ്ടി നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്ന് അച്ചമ്മ പറയുക കേട്ടോ. അപ്പം തൊട്ട് ഞാൻ വിചാരിച്ചതാ ഒരു വെള്ള സാരിയും കറുത്ത ബ്ലൗസും വാങ്ങിച്ച് തരണം എന്ന്. ജോലിക്കൊക്കെ ഇറങ്ങിയതല്ലേ എന്ന് അച്ചമ്മ വേദയോട് പറയുവാണ്. വേദ ഇതിങ്ങനെ നോക്കി. എന്തായാലും എനിക്കിത് ഇഷ്ടമായി അച്ചമ്മയെന്ന് പറയുക കേട്ടോ. എൻ്റെ അച്ചമ്മ എന്ത് തന്നാലും എനിക്കത് ഇഷ്ടമാവുമെന്ന് പറഞ്ഞു. അച്ചമ്മ മുത്തശ്ശി വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ എന്നെ വിളിച്ചായിരുന്നു, ഇപ്പം ചെന്നൈയിലാണെന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്നെ ഒരിക്കലും വിളിച്ചായിരുന്നു, ഉടനെ ഒന്നും നാട്ടിലേക്ക് ഇനി വരുന്നില്ല എന്ന് പറഞ്ഞെന്ന കാര്യവും വേദ അച്ചമ്മയോട് പറഞ്ഞു. എനിക്ക് അമ്മയെക്കാളും അടുപ്പം മുത്തശ്ശിയോടായിരുന്നെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിരുന്നത് മുത്തശ്ശിയായിട്ടായിരുന്നു എന്നും വേദ പറയുമ്പോൾ ഇനിയിപ്പോൾ അച്ചമ്മയുണ്ടല്ലോ, എന്താ എൻ്റെ മോൾക്ക് അത് പോരെ എന്ന് അച്ചമ്മ ചോദിച്ചു. അപ്പോൾ വേദ ഒന്ന് ചിരിച്ചു. ഞാനിങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം എന്തെങ്കിലുമൊക്കെ നിനക്ക് വാങ്ങിക്കണമെന്നും പറഞ്ഞ് വാശി പിടിച്ചു എന്നുള്ള കാര്യം അച്ചമ്മ പറയുക. അപ്പോൾ ഗംഗാധരൻ്റെ ഭാര്യ എന്നെ ഒരിടത്ത് കൊണ്ടുപോയി, ഏതോ ഒരു മാളിലാണെന്ന് തോന്നുന്നത്. എന്നിട്ട് ഏതോ ഒരു മാളിലേക്ക് കൊണ്ടുപോയങ്ങ് വിട്ടു. എന്നിട്ട് എന്നോട് പറയാ, ദേ നാട്ടിൽ അമ്മ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലേന്ന് എന്നും പറഞ്ഞ് വേദ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ എല്ലാ പഞ്ചായത്ത് തോറും ഓരോ ഷോപ്പിംഗ് മാൾ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ അവൾക്ക് തിരിച്ച് മറുപടിയും കൊടുത്തു. ഇപ്പോഴും ബോംബെക്കാരുടെ വിചാരമേ ബോംബെയാണ് ഇന്ത്യയെക്കാളും വലുതെന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ ഇങ്ങനെ ഇരുന്ന് ചിരിക്കും കേട്ടോ. എന്നിട്ടൊരു കമ്മലെടുത്ത് വേദയെ കാണിച്ചു. ഇത് നോക്കിക്കേന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. മോൾക്കിത് ഇഷ്ടമായോ എന്ന് ചോദിച്ചു. ഇഷ്ടമായെന്ന് പറഞ്ഞു. ശ്രീജയ്ക്ക് ഞാനൊരു സാരിയും വാങ്ങിച്ചിട്ടുണ്ടെന്ന് അച്ചമ്മ പറയുമോ. അന്നേരം അയ്യോ അപ്പം നന്ദിനി ഇടത്തേക്കോ? ആ അസത്തിനൊന്നും ഞാൻ വാങ്ങിക്കണ്ടെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ കണ്ണ് തട്ടണ്ടല്ലോ എന്ന് കരുതി ഒരു സാരി ഞാൻ അവക്കും അങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് അച്ചമ്മ പറഞ്ഞു. അപ്പം അതെന്തായാലും നന്നായി അച്ചമ്മേ, അല്ലെങ്കിൽ അച്ചമ്മ പക്ഷാഭേദം കാണിച്ചെന്നും പറഞ്ഞ് ഇവിടെ വഴക്കായേനേന്ന് പറഞ്ഞു. അന്നേരം പക്ഷേ മാലയും കമ്മലും അവർക്കൊന്നും ഇല്ല കേട്ടോ, അത് മോൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് അച്ചമ്മ വേദയോട് പറയുക. ഇനി പ്രധാനപ്പെട്ട ഒരു സമ്മാനം കൂടി തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ ഒരു മാല എടുത്തങ്ങ് കൊടുത്തു. ഇത് മോൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അയ്യോ അച്ചമ്മ ഇതെന്തിനാ എനിക്ക് വേണ്ട, ഇത് അച്ചമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ പ്രായത്തിൽ ഇനി സ്വർണ്ണമൊക്കെ എന്തിനാ കുട്ടി എന്ന് അച്ചമ്മ വേദയോട് പറയുക. ഇതേ അച്ചമ്മ മനസ്സറിഞ്ഞ് തരണതാ, പിന്നെ വിക്രമനെ നീ ഇത്രത്തോളം ഒക്കെ മാറ്റിയെടുത്തില്ലേ, അതിനു വേണ്ടിയിട്ട് അച്ചമ്മ തരുന്നതാണെന്നങ്ങ് കൂട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ ഈ അച്ഛനും മോനും തമ്മിൽ പണ്ടത്തെ പോലുള്ള അടുപ്പത്തിലേക്കൊന്ന് കാര്യങ്ങൾ വരണം, അതിന് ചില സൂത്രപ്പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാട്ടോ എന്ന് പറഞ്ഞു. അതെല്ലാം പറഞ്ഞ് അച്ചമ്മയും കൊച്ചുമോളും കൂടെ അവിടെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് പിന്നെ വിക്രം ശ്രീനിവാസന്റെ മുന്നിൽ ചെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ നിനക്ക് ദേഹത്തും എല്ലാം പറ്റുമോയെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ തന്നെ തടഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ അവൾ വല്ലാണ്ട് പേടിച്ചു പോയെന്ന് പറയുക. അപ്പോൾ ഇത് കരുതി കൂട്ടി അവൻ ഇറങ്ങിയതാണെന്ന് ഉറപ്പല്ലേ എന്ന് ശ്രീനിവാസനും ഭാര്യയും കൂടെയൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ ഞാനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി, എന്നെ കൊണ്ട് മാല ഇടിയിച്ച് എൻ്റെ കയ്യും കാലും കെട്ടിയ അവസ്ഥയിലാക്കിയില്ലേ എന്നൊക്കെ വിക്രം ഇങ്ങനെ ഇവരോട് രണ്ടുപേരോടും പറയുക. അപ്പോൾ വിക്രമല്ലേ ഇവിടെ നിന്ന് മല ചവിട്ടാൻ പോകുന്നുള്ളൂ, നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഇയാൾ പറയുന്നു. ഇതിനുള്ള മറുപടിയൊക്കെ ഞാൻ കൊടുത്തോളാമെന്നും അയാൾ പറയുമ്പോൾ അതൊന്നും വേണ്ട സാറേ, വെറുതെ ഒന്നിനും പോകണ്ട, വ്രതം എന്നത്തേക്കുമായിട്ടല്ലല്ലോ, ഞാൻ പോയിട്ട് വരുമല്ലോ, അപ്പോൾ കാണാമെന്ന് വിക്രം പറയുമോ. അപ്പോഴേക്കും വേദ വേറെ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിലോ? അല്ല
അങ്ങനെ ഉണ്ടാവില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് സുധ പറയുക. അന്നേരം അതൊക്കെ വിട്ടുകള സുധേ, പക്ഷെ സൂക്ഷിക്കണം വിക്രം, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ശ്രീകാന്ത് വാസുവനുമായിട്ട് പുതിയ ഉടമ്പടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുക. എന്നെ കാണാൻ വന്നിരുന്നു, ഇന്ന കാര്യങ്ങൾ പറഞ്ഞൊന്നും പറയുവാണ്. അപ്പോൾ വേദയെ മുൻനിർത്തിയുള്ളൊരു ഇമോഷണൽ ഗെയിമാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുവാണ്. എൻ്റെ മരുമകനെതിരെ നീ തിരിയാതിരിക്കാനാണ് ഞാൻ നിന്നെ സംരക്ഷിക്കുന്നത് എന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവൾ കളിക്കുന്നത് എന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ, അതന്ന് പറഞ്ഞതാണല്ലോ സാർ, അതെല്ലാം അവിടെ കൊണ്ട് അവസാനിച്ചതല്ലേ എന്ന് ചോദിച്ചു. നീ ഇനി വീട്ടിൽ നിന്ന് ഒന്നിനും വേണ്ടി പുറത്തേക്ക് ഇറങ്ങണ്ട, ഏതായാലും വേദ നിന്നെ മല ചവിട്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതല്ലേ, അത് നടക്കട്ടെ എന്നും ശ്രീനിവാസൻ പറയുക. അതിനിടയിൽ ഇനിയൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാവെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു ശ്രീനിവാസൻ വിക്രത്തിന് കുറച്ചുകൂടി വിശ്വാസ്യത ഉണ്ടാകുന്ന രീതിയിൽ സംസാരിച്ചിട്ട് വിക്രത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേദയും ശ്രീജയും കൂടി ബാങ്കിൽ ചെന്നു കേട്ടോ, മാനേജറെ കാണാനായിട്ട്. അപ്പോൾ മാനേജറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ എല്ലാ ഡീറ്റെയിലൊക്കെ വേദ പറഞ്ഞു. കുറേ കടകളിൽ ഞങ്ങൾ നിന്ന് സംസാരിച്ചു, എല്ലാത്തിൻ്റെ സെറ്റ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ നിങ്ങൾക്കുള്ള ലോണും അപ്രൂവൽ ആയിട്ടുണ്ടെന്ന് മാനേജർ പറയാം. എന്തായാലും ബാങ്കിൻ്റെ യൂഷ്വൽ പ്രൊസീജിയേഴ്സ് പാലിക്കാതെ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മാനേജർ പറയുമ്പോൾ, അതിനൊന്നും വിരോധമില്ല സാർ, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നിടത്തൊക്കെ ഒപ്പിടാൻ പറഞ്ഞു ശ്രീജയോട്. അങ്ങനെ ശ്രീജ എല്ലായിടത്തും വേദയോട് ചോദിച്ചിട്ട് ഒപ്പിടുക. അങ്ങനെ എല്ലാ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ആയി. അപ്പോൾ ഇനി എന്തായാലും ജീവിതത്തിൽ നല്ലൊരു തുടക്കം ആവട്ടെ ഇത് എന്ന് പറഞ്ഞു മാനേജർ അവരെ ആശംസിച്ചു പറഞ്ഞു വിട്ടു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പോകാൻ നോക്കും. അപ്പോൾ വേഗം ഓട്ടോ പിടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും ശ്രീജ വേദയെ വിളിച്ചു, മോളെ എന്നും പറഞ്ഞു. എന്താ ശ്രീജ എടുത്തി? അപ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ട് വേദയെ കെട്ടി അങ്ങ് പിടിച്ചു. ഇതെന്താ ശ്രീചേട്ടത്തി കാണിക്കുന്നത്, ആൾക്കാർ കാണുമെന്ന് വേദ പറയുമ്പോൾ, ആര് വേണമെങ്കിലും കണ്ടോട്ടെ, എനിക്കത് കാണിക്കാതെ പറ്റില്ല എന്ന് ശ്രീജ പറയുക. അപ്പം എന്താ ശ്രീചേട്ടത്തി ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ എന്ന് വേദ പറഞ്ഞു. എന്നെ പോലെ ഒരു ദരിദ്രവാസി പെണ്ണിന് ഇത് വലിയ കാര്യം തന്നെയാണ് മോളെ എന്ന് വേദയോട് ശ്രീജ അന്നേരം പറയുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നോട് തന്നെ സ്നേഹം തോന്നിയ ഒരു നിമിഷവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഓർത്തെടുക്കാവുന്ന ഒന്ന് എൻ്റെ മോള് ജനിച്ച ഒരു സമയം മാത്രമാണെന്ന് പറയുവാണ്. അവളുടെ മുഖം കണ്ടപ്പോഴാണ് ഞാനൊന്നൊരാൾ ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നിയതെന്ന് ശ്രീജ പറഞ്ഞു. ആ ഒരു സന്തോഷവും അധിക കാലമൊന്നും ഉണ്ടായില്ല, അവളെ എനിക്ക് എന്നിൽ നിന്ന് പറിച്ചു മാറ്റി നിർത്തേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ശ്രീജേടത്തി പറഞ്ഞില്ലേ ഒരു വിലയില്ലാത്തവളെന്ന്, ആ വിലയില്ലാത്തവളിലും ഒരു വിലയുള്ളവളുണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അപ്പോൾ ആ വിലയുണ്ടെന്നുള്ളൊരു തോന്നൽ ഒരു കാലത്തും ശ്രീചേട്ടത്തി കളയരുത് കേട്ടോ എന്ന് വേദ പറഞ്ഞു. ഇനിയാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാൻ പോകുന്നതെന്നും മനസ്സിലാക്കണമെന്നും വേദ പറഞ്ഞു കൊടുക്കുക. തളർന്നു പോകരുത്, പിടിച്ചു നിൽക്കണം, എന്ത് വന്നാലും അതിന് തരണം ചെയ്യണം. നമ്മൾ തോക്കില്ല എന്ന് ഉറച്ചാൽ പിന്നെ ആര് വിചാരിച്ചാലും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് വേദ പറഞ്ഞു കൊടുക്കുന്നു. ശ്രീ പ്രൊഡക്ട്സ് നമ്മുടെ ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങാനുള്ള ഒരു സ്ഥാപനം മാത്രമല്ല, അതിന് ഒരുപാട് വലുതാവാനുണ്ടെന്നൊക്കെ വേദ പറഞ്ഞു കൊടുക്കുക. ഒരിക്കലേ ഒരു വലിയ കെട്ടിടത്തിലെ ഒരു വലിയ ഓഫീസ് മുറിയിൽ ശ്രീജേടത്തെ ഞാൻ അതിൻ്റെ MD കസേരയിൽ കാണുമെന്ന് വേദ ശ്രീജയോട് പറയുക. കാണണം എന്നും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ഒത്തിരി സംസാരിച്ചിട്ട് വേദ അങ്ങ് പോയി. ശ്രീജ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വേദയും അതുപോലെ നമ്മുടെ ദർശനും കൂടെ സംസാരിക്കുക അവിടെ വക്കീൽ ഓഫീസിൽ. അപ്പോൾ കേസിൻ്റെ കാര്യങ്ങളും എല്ലാം പറയുവാണ്. അപ്പോൾ വിക്രം സമ്മതിക്കാത്തതിനെ പറ്റിയുള്ള കാര്യവും പറയുവാണ്. വിനായകൻ ചേട്ടൻ വിക്രത്തിനോട് ആദ്യമേ ജാമ്യം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണെന്ന് ദർശനം മനസ്സിലായി. അപ്പോൾ വിക്രം പുറത്തിറങ്ങിയിട്ടാണത് അറിയുന്നതെങ്കിൽ തന്നോടുള്ള പ്രതികരണം ഇത്തിരി രൂക്ഷമാകുമെന്ന് വിനായകൻ ചേട്ടൻ നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞു. അതുകൊണ്ട് ജയിലിൽ വെച്ച് തന്നെ ചെന്ന് കണ്ട് തെറ്റും മാപ്പും പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഇയാൾ വേന്ദ്രനാണല്ലോ വേദ എന്ന് ദർശൻ. അതേ ദർശൻ, ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറി ആദ്യ നാളുകളിൽ ഏറ്റവും പ്രശ്നം നന്ദനേടത്തെയാണെന്നും അതുപോലെ ഏട്ടത്തെയാണ് വിനായകൻ ചേട്ടനെ പിരികേറ്റി വിടുന്നതും എന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ ഏട്ടത്തേക്ക് വെറും കുശുമ്പും അസൂയയും മാത്രം ഉള്ളെന്നേ വിനായകൻ ചേട്ടന് പക്ഷേ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും പറയുമോ വേദ. പണത്തിന് വേണ്ടി എന്തും ചെയ്ത് കളയുമെന്നും പറഞ്ഞു. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ നാടകം പഠിക്കാനുണ്ടായിരുന്നു, ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ, ഓർക്കുന്നുണ്ടോ വേദ എന്ന് ചോദിച്ചു. അങ്ങനെ ആ കഥയെല്ലാം ദർശൻ ഇങ്ങനെ പറയാം. ആദ്യം ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ ഒന്നും ഓർക്കുന്നില്ലെന്നാണ് വിനായകൻ ചേട്ടൻ എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ വീണ്ടും ചോദിച്ചു, സ്കൂളിൽ അത് എത്തുമെന്ന് കരുതിയില്ല എന്നും വീട്ടിൽ വെച്ച് അത് വിക്രത്തിൻ്റെതാണെന്നുള്ള മട്ടിൽ അച്ഛൻ വന്ന് കാണാൻ വേണ്ടി വെച്ചതാണെന്നാണ് പറഞ്ഞതത്രേ എന്ന്
പറയുവാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ പക്ഷെ നമ്മളോട് പറഞ്ഞ കഥ അതല്ലല്ലോ വേദ എന്ന് ദർശൻ. അപ്പം നുണ ഒന്നിലേറെ തവണ ആവർത്തിക്കാൻ പറ്റില്ലല്ലോ. കുറേ നാൾ മുന്നേ വിക്രത്തോട് പറഞ്ഞത് നമ്മളോട് പറഞ്ഞപ്പോൾ അത് മറന്നു പോയതായിരിക്കും എന്ന് വേദ പറഞ്ഞു. അപ്പോൾ വേദ വിക്രത്തോടത് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പം അതായിരുന്നില്ല വേദ പറയേണ്ടതിരുന്നതെന്ന് ദർശൻ ചോദിക്കുമ്പോൾ വിക്രം ഇപ്പോൾ ഒരു ത്യാഗിയുടെ മൂടില്ല. എന്തായാലും താൻ പിടിക്കപ്പെട്ടു, ശിക്ഷ അനുഭവിച്ചു, ഇനി അത് ചെയ്തത് മറ്റൊരാളാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് എന്തിനാണെന്നാണ് ചോദ്യമെന്ന കാര്യം പറയുമ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോഴും അയാൾ വേട്ടയാടപ്പെടുകയല്ലേ, അവഗണിക്കപ്പെടുകയല്ലേ എന്നും ദർശൻ ചോദിക്കുക. നിന്ദിക്കപ്പെടുകയും കുറ്റപ്പെടുത്തപ്പെടുകയൊക്കെ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം തൻ്റെ വിധിയാണെന്ന് ഓർത്ത് സമാധാനിക്കാൻ വിക്രം പഠിച്ചെന്നാണ് പറഞ്ഞതെന്ന് വേദ പറഞ്ഞു. അപ്പോൾ വേദ അത് വിട്ടുകളയാൻ തീരുമാനിച്ചു എന്ന് ദർശൻ ചോദിക്കുക. അല്ല, എല്ലാം വിക്രത്തിൻ്റെ തലയിൽ തന്നെ ഇരുന്നോട്ടെ എന്നാണോ എന്ന് ചോദിക്കുമ്പം എന്നോടത് പുറത്ത് മിണ്ടി പോകരുതെന്ന് വിക്രം യാചിക്കുന്നത് പോലെ എന്നോട് ആവശ്യപ്പെടുന്നതെന്ന കാര്യം വേദ ദർശനോട് പറയുവാണ്. ഞാൻ ഒരിക്കലും പുറത്ത് പറയില്ല എന്ന് വാക്ക് നൽകണമെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ എന്നിട്ട് താനത് നൽകിയോ എന്ന് ചോദിച്ചു. പകരം ശ്രീകാരൻ ശ്രീനിവാസനെ വിട്ടു പോരുമോ എന്ന് ഞാൻ ചോദിച്ചു എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അതെന്തായാലും ഒരു വല്ലാത്ത പൂട്ടായി പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ പക്ഷെ അത് പുള്ളി സമ്മതിച്ചിട്ടില്ല എന്ന് പറയും. അന്നേരം അയാളുടെ മരുമകൻ അതിനകത്ത് ഇൻവോൾവ് ആയ കാര്യം പറഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീനിവാസന് വിക്രത്തിന് മേൽ അത്രയ്ക്ക് സ്വാധീനം ഉണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം അതേന്ന് പറയുവാണ്. അപ്പോൾ വിക്രം ഇതിനകത്ത് പെട്ട് കിടക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ദർശൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏതായാലും വിക്രം മലയ്ക്ക് പോയിട്ട് വരട്ടെ, അതുവരെ ഞാൻ ഈ കാര്യം എടുത്തിടുന്നില്ല എന്ന് വേദ പറയുകയും ചെയ്തു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വീട്ടിലൊരു പൊട്ടിത്തെറി ഇല്ലാതെ നോക്കേണ്ടത് എൻ്റെ ആവശ്യം കൂടിയാണെന്ന കാര്യവും പറയുവാണ് നമ്മുടെ വേദ. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചിട്ട് വേദ പോകാൻ നോക്കുമ്പോൾ വേദയോട് ഇപ്പോഴത്തെ ഈ കാര്യത്തെപ്പറ്റി, അതായത് ശ്രീനിവാസനെ പറ്റിയുള്ള കേസിൻ്റെ കാര്യം ദർശൻ പറയുക. മറുസൈഡ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, തനത് ഓർക്കണം എന്നും പറഞ്ഞു. വാസുവിൻ്റെ കൂടെ ഇപ്പോൾ ശ്രീകാന്ത് ഉണ്ടെന്നുള്ള കാര്യവും ഓർക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ആണോ, അതാരാ പറഞ്ഞതെന്ന് ചോദിച്ചു. അവർ തമ്മിൽ പലയിടത്തും വെച്ച് കണ്ടുവെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറയോ, ഒന്ന് സൂക്ഷിക്കാൻ പറയണം കേട്ടോ എന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് വേദ നേരെ പോകുന്നത് ശ്രീകാന്തിനെ കാണാനാണ്. അപ്പോൾ ഈ സ്ഥാപനം നിനക്കൂടി അവകാശപ്പെട്ടതാണല്ലോ, ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ എന്ന് വേദയോട് പറയുന്നു ശ്രീകാന്ത്. ഓഹോ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ? എന്തായാലും നീ ഈ സ്ഥാപനത്തിലേക്ക് തന്നെ എത്തേണ്ടവളല്ലേ വേദ. ഈ കസേരയിൽ നിന്നും എന്തെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ഒഴിഞ്ഞു തരേണ്ടി വരുമെന്ന് ശ്രീകാന്ത് പറയുമ്പം ആ ഔദാര്യം പറ്റാൻ ഞാൻ വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വേദയെ. അത് ഔദാര്യം അല്ലല്ലോ, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാനാണല്ലോ ആ ഔദാര്യം പറ്റി ഇവിടെ ഇരിക്കുന്നത് എന്ന് ശ്രീകാന്ത് വേദയോട് ചോദിക്കുക. അച്ഛൻ്റെ പഴയ വിൽപ്രകാരം ഈ സ്ഥാപനം നിനക്കുള്ളതാണെന്നും അച്ഛൻ ഇതുവരെ അത് മാറ്റി എഴുതിയിട്ടില്ല എന്നും ശ്രീകാന്ത് വേദയോട് പറയണു. അതിന് ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേദ ഒന്നും മിണ്ടിയില്ല. ഞാൻ തൽക്കാലം ഇതിനൊക്കെ കാവലിരിക്കുന്നു എന്ന് മാത്രമെന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോൾ കൂടുതൽ നിഷ്കളങ്കനായി എൻ്റെ മുന്നിൽ അഭിനയിക്കാൻ നിൽക്കല്ലേ, അത് ശ്രീകേട്ടനെ ചേരത്തില്ല കേട്ടോ എന്ന് വേദ ശ്രീകാന്തിനോട് പറയുക. നിങ്ങൾ പുതിയ ബന്ധമൊക്കെ തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന് വേദ പറയുമ്പോൾ ശ്രീകാന്ത് ഒന്ന് ഞെട്ടി. ബന്ധമോ? എന്തു ബന്ധം? അപ്പം പെണ്ണിൻ്റെ കാര്യം ശ്രീകാന്ത് ആദ്യം ആലോചിച്ചത്. എന്താ, ഞാനത് അറിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോ എന്ന് ചോദിക്കുമ്പം വിക്രം നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുക. ആര് പറഞ്ഞു എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതിൻ്റെ പ്രതികാരമാണോ നിങ്ങൾ വിക്രമനോട് ചെയ്തത് എന്ന് എനിക്ക് അറിയണമെന്ന് പറയുമ്പം നീ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുക, എനിക്കങ്ങനെ ആരുമായിട്ടും ഒരു ബന്ധമില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞു. അന്നേരം വേദയ്ക്കാകാൻ സംശയം. വേദ ഉദ്ദേശിച്ചത് വേറെ, ഇവൻ പറയുന്നത് വേറെ. കാര്യം ഞാൻ വിക്രമായിട്ട് ശത്രുതയിലാണ്, ഉപദ്രവിച്ചു, ഇതൊക്കെ ഓക്കെയാണ്, ശരിയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അവനെന്തിനാ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എന്താരോപണം എന്ന് വേദ തിരിച്ചു ചോദിച്ചു. വിക്രം നിങ്ങളെക്കുറിച്ചോ ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. പിന്നെ എന്താ നീ പറയുന്നത്? നിങ്ങൾ ആരുമായി ബന്ധം സ്ഥാപിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അപ്പം ഇങ്ങനെ നോക്കുക, അത് വിക്രത്തിനെതിരെ ആകരുത് എന്ന് മാത്രമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പേടിച്ച് വരച്ചിങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ നടന്ന വഴികളിൽ നിന്ന് വിക്രത്തെ ഒന്ന് മാറ്റിയെടുത്ത് വരികയാണ് ഞാൻ. അപ്പോൾ ദയവ് ചെയ്ത് ഉപദ്രവിക്കാൻ നിങ്ങൾ വരരുത് എന്ന് വേദ ഈ ശ്രീകാന്തിനോട് പറഞ്ഞു. പിന്നെ ആ വാസുവനുമായി നിങ്ങൾ പുതിയ ബന്ധം തുടങ്ങിയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നതെന്ന് വേദ പറയുമ്പോഴാണ് ഇവനൊന്ന് ശ്വാസം നേരെ വീണത്. എൻ്റെ ദൈവമേ, ഈ കഴിഞ്ഞ ദിവസം വിക്രത്തെ വാസുവന്റെ ആൾക്കാർ വഴിയിലിട്ട് ആക്രമിച്ചു. വിക്രം മലയ്ക്ക് മാലയിട്ടിരിക്കുന്നത് കൊണ്ട് തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അത് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും വേദ ശ്രീകാന്തിനോട് പറയുക കേട്ടോ. ഈ മണ്ഡലകാലം കഴിയുന്നതോടെ വിക്രം മറ്റൊരാളായി മാറുമെന്നും ഇതുവരെ നടന്ന ഒരു വഴിയിലൂടെയും ഇനി വിക്രം നടക്കില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ശ്രമമെന്ന് വേദ ശ്രീകാന്തിനോട് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവനെ അങ്ങ് നല്ലവനാക്കി മാറ്റിയെടുക്കാനാണ് നിന്റെ പുറപ്പാടല്ലേ എന്ന് ശ്രീകാന്ത് അന്നേരം വേദയോട് ചോദിച്ചു.
ആയിക്കോട്ടെ, ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വിക്രമനെതിരെയുള്ള ആക്രമണത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്നിവൻ പറയുകയാണ്. നിനക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ നീ എത്രയൊക്കെ ശ്രമിച്ചാലും അവനെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല വേദ. കർമ്മ അത് തടുക്കാനാവില്ല വേദ എന്നും പറഞ്ഞുകൊണ്ട് വേദ ഇവൻ വെല്ലുവിളിക്കുന്നു. നടന്നു പോകുന്ന ഇടവഴികളിൽ എവിടെയോ ആരോ മൂർച്ച കൂട്ടി ഒരു കത്തിയുമായിട്ട് അവനെ കാത്തിരിപ്പുണ്ട് എന്ന് ശ്രീകാന്ത് പറയും. പിന്നെ അങ്ങനെ ഒരു യോഗം അവൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടെങ്കിൽ അത് ഒരു സഹിച്ചല്ലേ പറ്റൂ എന്ന് ശ്രീകാന്തിൻ്റെ വക ഒരു ഡയലോഗ് ഇറക്കുമ്പോൾ വിധി തീരുമാനിക്കുന്നത് നിങ്ങളും ഞാനും ഒന്നും അല്ലല്ലോ. അങ്ങനെ ഒരു യോഗം എനിക്കുണ്ടെങ്കിൽ അത് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്തോളാം എന്നും വേദ ശ്രീകാന്തിനോട് വെല്ലുവിളിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അങ്ങനെയാണ് ഈശ്വരൻ എനിക്ക് വിധിച്ചിട്ടുള്ളതെങ്കിൽ അച്ഛൻ്റെ ബില്ലിൻ്റെ അവകാശവും പറഞ്ഞ് ഞാൻ ആ വീടിൻ്റെ പടി കടന്നു വരില്ല എന്ന് വേദ ഇയാളോട് മുഖത്തോക്കി പറഞ്ഞു. നാളെ ഒരിക്കൽ എനിക്കുള്ള അവകാശത്തിൻ്റെ പേരിൽ ഈ കസേരയിൽ വിക്രം ഇരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഭയമെങ്കിൽ അതും എന്തായാലും വേണ്ട എന്നും വേദ ശ്രീകാന്തിനോട് പറയുക. അതുകൊണ്ട് അവസാനത്തെ അപേക്ഷയാണ്, ഇനി വിക്രമൻ്റെ വഴിയിൽ കുറുകെ നിങ്ങൾ വരരുത് എന്ന് വേദ ശ്രീകാന്തിനോട് മാന്യമായ ഭാഷയിൽ പറഞ്ഞു. പ്ലീസ് എന്നും പറഞ്ഞ് നമ്മുടെ വേദ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവനൊരു നെടുവീർപ്പിട്ട് അവിടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു കേട്ടോ. പിടിക്കപ്പെട്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ അറിയാതെ എല്ലാം കൂടെ വിളിച്ചു പറയുകയും ചെയ്തേനെ. വേദ ഇടയ്ക്ക് കയറി വാസുവിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്താണ്. ടാറ്റാ.